Good morning. Let's start today's topic. So, complex average pointing vector. So, we are going to derive the pointing vector P, right? So, we have studied pointing theorem. So, pointing theorem we studied നമുക്കൊരു ഇലക്ട്രോണിനെ വളരെ ഹൈ സ്പീഡിൽ നമുക്ക് മൂവ് ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ വി ക്യാൻ മൂവ് ഇറ്റ്, റൈറ്റ്? ഒരു സ്പാർക്ക് ഗ്യാപ്പോ ഒരു ഡൈപോൾ ആൻറ്റിനെയോ എനി വേ വി ക്യാൻ ജനറേറ്റ് മേക്ക് എ ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. സോ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും direction perpendicular to each other ആയിരിക്കും. പക്ഷേ the power or the wave move in the third direction, say we'll call it as z direction. It will moving in z direction. So power move propagate ചെയ്യുന്നത് z directionലോട്ടാണ് propagate ചെയ്യുന്നത്, right? അതായത് power will be equal to, we have studied, E cross H വരും അല്ലേ? So E and E cross H always gives power density at any instant of time at the instant of space. Space ആണ് നമ്മളുടെ ടൈം എന്ന് പറയുന്നത് ആ ഇൻസ്റ്റന്റ് ഈ ഡയറക്ഷനിലുള്ള സ്പേസിലുള്ള ടൈമാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് പോയിന്റിംഗ് വെക്റ്റർ. അപ്പോൾ ഓരോ സ്പേഷ്യൽ ടൈം, അതായത് 5 സെക്കൻഡ്സിൽ നമ്മുടെ സ്പേസിൽ ഇവിടെയാണ് നമ്മൾ ഒക്കറെങ്കിൽ ദാറ്റ് പോയിന്റിംഗ് വെക്റ്റർ ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് പോയിന്റിംഗ് വെക്റ്റർ. അവിടുത്തെ പവർ ആ ഇൻസ്റ്റൻറ്റിൽ അവിടുത്തെ പവർ 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്, 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റിലുള്ള ടൈമിലുള്ള വെക്റ്ററിൻ്റെ പവർ കണ്ടുപിടിക്കുക. അടുത്തത് ഇത് 10 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നതെങ്കിൽ ആ ടൈമിലെ ആ ഡിസ്റ്റൻസിലെ പവർ കണ്ടുപിടിക്കുക. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് പോയിന്റിംഗ് വെക്റ്റർ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റിലോട്ട് പോകാം. അതായത് ആവറേജ് പോയിന്റിംഗ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ. സോ എനി ആവറേജ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ കാൽക്കുലേറ്റിംഗ് എനി ആവറേജ് വാല്യൂ അവർ കൺക്ലൂഷൻ ഇസ് പി ആവറേജ് എന്ന് പറയുന്നത് 1/t ഇൻ്റഗ്രൽ 0 to t സ്മോൾ p zt dt. കാരണം നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ പി എന്ന് പറയുന്നത് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ, ഇറ്റ് ഇസ് മൂവിങ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. സോ നമ്മൾ ഇസഡ് ഓഫ് ടി ഡി ടി എന്നാണ് കൊടുക്കുന്നത് അല്ലേ? ഇനി വേറൊരു സിമിലാരിറ്റി അനലോഗി ഉണ്ട്. നമുക്ക് പവർ എന്ന് പറയുന്നത് വീൽ റൈറ്റ് ആസ് വി ഇൻറ്റു ഐ അല്ലേ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഇനി അതെന്ന് പറയുന്നത് ഇലക്ട്രിക് പവറിൻ്റെ കേസാണ് പറയുന്നത്. നമ്മളിത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലേ, ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. സോ അതിനാണ് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് സ്മോൾ പി വിൽ യൂസ് ദ വേർഡ് പോയിന്റിംഗ് വെക്റ്റർ പി എന്ന് പറയുന്നത്. എന്തെഴുതും? വീൽ റൈറ്റ് ഇ ക്രോസ് എച്ച് അല്ലേ. സോ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. സോ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, വി ഈക്വൽ ടു ഇ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. സോ വി ഇക്വലൻസ് ഈസ് ഇ ആൻഡ് ഐന് ഈക്വലൻ്റ് ആയിട്ട് എച്ച് കൊടുക്കുക. സോ നമ്മൾ ഈ ഇക്വേഷനാണ് നമ്മളിവിടെ കാൽക്കുലേഷന് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി നമ്മൾ കറണ്ട് എങ്ങനെ എഴുതും? നമ്മൾ വിൽ ഗോ ടു ദിസ് ഇക്വേഷൻസ്. സി ഇ ഓഫ് ഇസഡ് ടി, നമ്മൾ ഇ ഓഫ് ഇസഡ് ടി ആണെന്നും എച്ച് ഓഫ് ഇസഡ് ടിന്നാണ് എഴുതുന്നത്. കാരണം നമ്മുടെ വേവ് ഫോം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇസഡ് ഡയറക്ഷനിലാണ്. പക്ഷേ ഈ നോക്കിയേ, സോ ഓവർ ഹിയർ ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് കാണാമല്ലോ. ഈ ബ്ലൂ വൺ ആണ് ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ എക്സ് ആയിട്ട് അങ്ങ് ഇമാജിൻ ചെയ്യുക. ഈ ഡയറക്ഷൻ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ എക്സ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. സോ അപ്പം ഈ ഒരു റെഡ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്നത്. സോ ഈ ഡയറക്ഷൻ നമുക്ക് വി ഹാവ് ടു അസ്യൂം ഇറ്റ് ടു ബി വൈ, right? So this is y, this is x, so the third one is z. So നമ്മൾ എഴുതുമ്പം we know 3 unit vectors, ax along x axis, ay along y axis, az along z axis. So e എന്ന് പറയുന്ന വെക്ടറിന് പ്രൊപ്പോർഷണൽ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ax ആയിരിക്കും, എച്ച് എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ വൈ ആയിരിക്കും. സോ ഹൗ വിൽ യു റൈറ്റ്? ഇ ഓഫ് ഇസഡ് ടി ഈസ് ഈക്വൽ ടു ഇ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ്. നമ്മൾ ഇക്വേഷൻ കറണ്ട് വോൾട്ടേജ് ഇക്വേഷൻ ഉണ്ട്, വി എം സൈൻ ഒമേഗ ടി, അല്ലെങ്കിൽ വി ക്യാൻ റൈറ്റ് വി എം കോസ് ഒമേഗ ടി, ഡിപ്പെൻസ്. സോ കോസ് സൈൻ വി വിൽ യൂസ് ഹിയർ, വി ആർ യൂസിങ് കോസ് ടേം, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇത് മാക്സിമം വാല്യൂ ഇൻറ്റു കോസ് ഓഫ് എ ടേം ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ along that direction. അതാണ് നമ്മുടെ ഇക്വേഷൻ പറയുന്നത്. ഇനി ഇ റേസ് ടു മൈനസ് ആൽഫ ടി എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ജനറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, സേ എന്ന് പറയുന്ന പോയിന്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഇഫ് നമ്മളൊരു പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫുൾ പവറും അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് അത് ഡിറ്ററേഷൻ സംഭവിക്കുന്നുണ്ട്, അതായത് അതിന് ഡിമിനിഷിങ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇ റേസ് ടു മൈനസ് ആൽഫ ഐസൈഡ് എന്ന് പറയുന്ന ടേം വരുന്നത്. So E naught into E raised to minus alpha is equivalent to a maximum value of voltage, equivalent voltage into cos of omega t minus beta z into Ax will be E equation. Very important. Clear ആയല്ലോ? ഇനി എച്ച് ഇക്വേഷനിലോട്ട് പോകാം. എച്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ്? കറണ്ടിന് ഈക്വലൻ്റ്. സി ഓവർ ഹിയർ എച്ച് ഇസ് ഈക്വലൻ്റ് ടു കറണ്ട്. നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ വി ഈക്വൽ ടു വി എം കോസ് ഒമേഗ ടി എന്ന് എഴുതുവാണെങ്കിൽ കറണ്ട് എങ്ങനെ എഴുതും? കറണ്ട് ഇസ് ഈക്വൽ ടു ഐ എം
കോസ് ഒമേഗ ടി മൈനസ് തീറ്റ എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ നമുക്ക് ഈ കോസ് ടേം എന്ന് പറയുന്നത് ഒമേഗ ടി മൈനസ് ബീറ്റ ഐസിൻ്റെ മൈനസ് തീറ്റ ഈറ്റയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഒരു ലാഗിങ് ആയിട്ടാണ് കറണ്ട് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ മൈനസ് തീറ്റ ഈറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നത്, റൈറ്റ്. ഇനി the unit vector will be ay, then e raised to alpha z minus alpha z will be same. ഇനി നമ്മൾ കറണ്ട് ഐ മാക്സ് എങ്ങനെ എഴുതുക? വി ബൈ ആർ എന്ന് എഴുതുകയല്ലേ, അല്ലെങ്കിൽ വി ബൈ ഇസഡ് എന്ന് എഴുതുകയല്ലേ? അതുപോലെ ഇവിടെ ഇ നോട്ട് ബൈ ഈറ്റ എഴുതും. ഈറ്റസ് ഇൻട്രിൻസിക് ഇംപീഡൻസ്, ഈറ്റസ് ഇൻട്രിൻസിക് ഇംപീഡൻസ്, അതായത് intrinsic impedance is equivalent to impedance in normal power circuit. This is the impedance of space, right? So this is eta. So e naught by, അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആക്കുക. ഇ എന്ന് പറയുന്നത് ഇ നോട്ട് ഇ റേസ് ടു മൈനസ് ആൽഫ സെഡ് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ് ഇൻറ്റു എ എക്സ്, ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു ഇ നോട്ട് ബൈ ഈറ്റ ഇ റേസ് ടു മൈനസ് ആൽഫ സെഡ് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ് മൈനസ് തീറ്റ ഇറ്റ ഇൻറ്റു എ വൈ. ക്ലിയർ? ഇനി we will substitute in this two equation, p equal to e cross h ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇ നോട്ട് സ്ക്വയർ ഉണ്ട്, ബൈ ഈറ്റ ഉണ്ട്, പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇ റേസ് ടു മൈനസ് ടു ആൽഫ സെഡ് ഉണ്ട്. ദെൻ കോസ് ടേംസ് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. എ ക്രോസ് എ വൈ നമുക്കറിയാം, അക്കോർഡിംഗ് ടു കേൾ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ എക്സ് വൈ ഗീവ്സ് z എന്നുള്ള കോൺസെപ്റ്റാണ്. അതായത് x cross ay will give you az. So the multiplication will be az, right? So it is cos a എന്ന് പറയുന്നത് ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ് എന്ന് കൊടുത്തു, ബി എന്ന് പറയുന്നത് ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ് മൈനസ് തീറ്റ ഇറ്റ എന്ന് കൊടുത്തു. ഇനി we will see how it been solved. So all the first terms have been put like this. ഇവിടെ നോക്കിക്കേ, cos a was ഒമേഗ ടി മൈനസ് ബീറ്റ സെഡ്, a equal to omega t minus beta z, b equal to omega t minus beta z minus theta eta, right? So substitute ചെയ്യുക. അപ്പോൾ ഇതിന് പകരം എന്ത് വരും? a minus b is theta eta. So see cos theta eta നമുക്ക് കിട്ടി. ഇനി a plus b എന്ന് പറയുമ്പോഴത്തേക്കും we just add 2 omega t minus 2 beta z minus theta eta. So നമുക്ക് ഈ ഒരു ടേം കിട്ടും, cos the whole thing divided by 2 നമ്മൾ കിട്ടും. സോ ഇ നോട്ട് സ്ക്വയർ ബൈ 2 ഈറ്റ ഇ റേസ് ടു മൈനസ് 2 ആൽഫ z ഇൻറ്റു ദിസ് ടേം. ഇനി അടുത്തത് നമ്മൾ ഫൈനൽ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്കിപ്പം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇനി ഇത് പി ആവറേജിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ പി ആവറേജ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 1 by t integral 0 to t, this equation you have to put into dt, you have to get, right? So നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും this is cos of 2 omega t minus 2 beta eta into theta. This term will reduce to 0. ഇത് സീറോയിലോട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് 0 ആയിട്ട് കൺക്ലൂഡ് ചെയ്യും. മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റീസ് ആർ ദെയർ. സോ അത് നമുക്ക് നെഗ്ലേറ്റ് ചെയ്യാം. ബാക്കി നോക്കിക്കേ, കോൺസ്റ്റൻറ്റ് 1 by t വെളിയിലെടുത്തു, ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, ഇ നോട്ട് സ്ക്വയർ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, 2 ഈറ്റ യു ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, ഇ റേസ് ടു മൈനസ് ആൽഫ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ദെൻ കോസ് വിത്ത് റെസ്പെക്ട് ടു ഡി ടി, നമ്മൾ ഇത് റെസ്പെക്ട് ടു ഡി ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ കോസ് തീറ്റ ഇറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വെളിയിലെടുത്തു. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 1 എന്ന് പറഞ്ഞ ടേം വരും. അപ്പം ദാറ്റ് ഇസ് ഇൻറ്റു ടി ഇൻറ്റു എ സെഡ്, ദ ഹോൾ തിങ് ഇൻറ്റു എ സെഡ്. സോ എ സെഡ് മറക്കരുത്, എ സെഡ് ഐ ഹാവ് ഫോർഗോട്ട് അവർ ഹിയർ, സോ ഐ പുട്ട് എ സെഡ് അവർ ഹിയർ. സോ എ സെഡ് ഇട്ടു. ഇനി ടി ആൻഡ് ടി ഗെറ്റ്സ് ക്യാൻസൽസ്. സോ ഇ നോട്ട് സ്ക്വയർ ബൈ 2 ഈറ്റ ഇ റേസ് ടു മൈനസ് 2 ആൽഫ സെഡ് കോസ് തീറ്റ ഇറ്റ ഇൻറ്റു എ സെഡ്. Very important relation, that this is nothing but we'll use two words, complex average pointing vector, or we'll call it as time average pointing vector, right? Okay, thank you. Study